അസാധ്യമായ സമര പാരമ്പര്യമുള്ള നേതാവാണ് വിട പറഞ്ഞു പോയിരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിനൊപ്പം നടന്ന രാഷ്ട്രീയ നേതാവ് എന്ന് നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താൻ കഴിയും. ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ 90-ാം പിറന്നാൾ ദിനത്തിൽ എം ലോറൻസിന്റെ 90-ാം പിറന്നാൾ ദിനത്തിൽ പറഞ്ഞ ഒരൊറ്റ വാചകത്തിൽ ആ മനുഷ്യന്റെ രാഷ്ട്രീയ ജീവിതത്തെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. പാർട്ടിയുടെ അച്ചടക്കത്തിന് സ്വന്തം ജീവിതം കൊണ്ട് അടിവരയിട്ട നേതാവ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം ലോറൻസിനെ വിശേഷിപ്പിച്ചത്. അതുതന്നെയാണ് ആ ജീവിതത്തിൻ്റെ ഏറ്റവും അർത്ഥവത്തായ രാഷ്ട്രീയ വിശേഷണവും. മുതിർന്ന CPIM നേതാവ് എം ലോറൻസിൻ്റെ മൃതദേഹം ഇന്ന് പൊതുദർശനത്തിന് ശേഷം പഠനാവശ്യത്തിനായി മെഡിക്കൽ കോളേജിന് കൈമാറും. രാവിലെ 8:30 മുതൽ 9:45 വരെ CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെന്ററിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് 10 മണി മുതൽ 4 മണി വരെ എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനം ഉണ്ടാകും. ഉമേഷ് നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഉമേഷ്, അത്യുജ്വലമായ ഒരു സമര പാരമ്പര്യമുള്ള നേതാവാണ് നമ്മളോട് വിട പറഞ്ഞു പോകുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിനൊപ്പം നടന്ന നേതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് എം ലോറൻസിനെ വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം പാർട്ടി പ്രവർത്തനം അസാധ്യമായിരുന്ന നാളുകളിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് സംഘടനയെ കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം നൽകി. അതിനുശേഷം പാർട്ടിയുടെ വളർച്ചയിൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ പദവികൾ വഹിച്ച് മുന്നോട്ട് പോയ നേതാവ്, പാർട്ടിയുടെ അച്ചടക്കത്തിന് കീഴ്പ്പെട്ട് ജീവിച്ച നേതാവ്. ആ രീതിയിലൊക്കെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് അദ്ദേഹത്തെ നമുക്ക് പറയാനും വിശേഷിപ്പിക്കാനും ഒക്കെയായി. അങ്ങനെ ഒരു സമര പാരമ്പര്യമുള്ള അത്യുജ്വലനായ ഒരു നേതാവ് കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയ കേരളം അദ്ദേഹത്തെ ഓർക്കുന്നത്? പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മനു, സമരേതിഹാസത്തിനാണ് കേരളം ഇന്ന് വിട നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം, എം ലോറൻസിൻ്റെ മൃതദേഹം ഇപ്പോഴുള്ളത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. ഈ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. ഇന്ന് രാവിലെ 7:30 അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കും എന്നുള്ളതാണ് അറിയുന്നത്. ഇവിടെ നിന്ന് ആദ്യം കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ ഗാന്ധിനഗറിലുള്ള വസതിയിലേക്കാണ് ആദ്യം മൃതദേഹം കൊണ്ടുപോവുക. അവിടെ ഏതാണ്ട് അരമണിക്കൂറോളം വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. 7:45 മുതൽ 8:15 വരെ അവിടെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം CPIMൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകും. ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ച ഓഫീസാണ് അവിടെ ഏതാണ്ട് 1-1.25 മണിക്കൂറോളം അവിടെ പൊതുദർശനം ഉണ്ടാകും. 8:30 മുതൽ 9:45 വരെ ലെനിൻ സെൻറ്ററിൽ തന്നെയായിരിക്കും എം ലോറൻസിൻ്റെ മൃതദേഹം ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് എറണാകുളം ടൗൺ ഹാളിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. ഏറ്റവും കൂടുതൽ പേർ ആദരാഞ്ജലി അർപ്പിക്കാനെത്തുക ടൗൺ ഹാളിലായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം മുതിർന്ന നേതാക്കളും മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കളും മറ്റ് സാംസ്കാരിക സാമൂഹ്യ രംഗത്തുള്ള പ്രഗത്ഭരടക്കം, ഒപ്പം പൊതുജനങ്ങളും ഒപ്പം പാർട്ടി പ്രവർത്തകരടക്കമുള്ള മുഴുവൻ പേരും ടൗൺ ഹാളിലെത്തിയായിരിക്കും ആദരാഞ്ജലി അർപ്പിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ടൗൺ ഹാളിൽ തന്നെയായിരിക്കും ഈ പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ മൃതദേഹം പഠനാവശ്യത്തിനായി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന് കൈമാറുകയും ചെയ്യും. 4 മണിക്ക് ശേഷം ടൗൺ ഹാളിൽ വെച്ച് തന്നെ ആ ചടങ്ങുണ്ടാകും. അതിനുശേഷം പിന്നീട് അനുശോചന യോഗം ചേരും. ആ തരത്തിലാണ് ഇന്നത്തെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ശനിയാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലും വീട്ടിലുമൊക്കെ മാറി മാറി വിശ്രമത്തിലായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധയുണ്ടായി. അങ്ങനെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അതിനുശേഷം മൃതദേഹം ഈ മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു. ഇന്ന് മൃതദേഹം പുറത്തേക്കെടുത്ത് ഈ തരത്തിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറും. ആ തരത്തിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മനു ആദ്യം സൂചിപ്പിച്ചതുപോലെ വലിയ ത്യാഗോജ്വലമായ പോരാട്ടം നയിച്ച നേതാവിനെ തന്നെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നഷ്ടമായതെന്ന് നിസ്സംശയം പറയാം. നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും ഏകസ്വരത്തിൽ പറയുന്ന കാര്യമാണത്. മുഖ്യമന്ത്രി അടക്കം അനുസ്മരിക്കുമ്പോൾ എടുത്തു ചൂണ്ടിക്കാട്ടിയ കാര്യമാണത്. ഒരു പ്രത്യേകത, അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിലും സ്വതന്ത്ര ഇന്ത്യയിലും ഒരുപോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞ അപൂർവം നേതാക്കളിൽ ഒരാൾ കൂടിയാണ് എം ലോറൻസ്. കാരണം അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായ ഒരാളാണ്. അതിനുശേഷം 18 വയസ്സ് ആവുമ്പോൾ തന്നെ അദ്ദേഹം പാർട്ടി അംഗമാവുകയും ചെയ്തു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ പോരാട്ടങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ടതാണ്. ഈ പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട എറണാകുളം ജില്ലയിലെ തന്നെ
വലിയ സമര പോരാട്ടത്തിൽ ഒരു പ്രത്യേക ഏടായി രേഖപ്പെടുത്തിയ ഒന്നാണ് ഈ എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം. ആ ആക്രമണത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന് ജയിൽവാസം വരിക്കേണ്ടി വന്നു. അങ്ങനെ ഏതാണ്ട് 2 വർഷത്തോളം അദ്ദേഹം വിചാരണ തടവുകാരനായി കൊടിയ മർദ്ദനത്തിന് വിധേയനായി ജയിലിലടക്കം കഴിയേണ്ടുന്ന സാഹചര്യം അന്നുണ്ടായി. വലിയ ഒരു പോരാട്ടമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ 22 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ സമരം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1950-ലായിരുന്നു അത്. പിന്നീട് ഇങ്ങോട്ട് വലിയ പോരാട്ടങ്ങൾക്ക്, വലിയ ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾക്ക് എം ലോറൻസ് നേതൃത്വം നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏറ്റവും പ്രധാനം അടിസ്ഥാന വർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് ഈ തോട്ടിത്തൊഴിലാളികൾ മുതൽ വ്യവസായ തൊഴിലാളികൾ വരെയുള്ളവരെ സംഘടിപ്പിക്കാൻ, അവരെ അവകാശബോധമുള്ളവരായി പ്രാപ്തരാക്കാൻ അദ്ദേഹം നേതൃത്വം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നതോടൊപ്പം 60കളുടെ അവസാനം തൊട്ട് അദ്ദേഹം പാർലമെൻ്ററി രംഗത്തേക്കും എത്തി. ഏതാണ്ട് 67 മുതൽ 77 വരെ അദ്ദേഹം കൊച്ചി നഗരസഭയിൽ അദ്ദേഹം കൗൺസിലറായി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മത്സരിച്ചു. 1980-ൽ ഇടുക്കി പാർലമെൻറ്റ് അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 80 മുതൽ 84 വരെ അദ്ദേഹം ലോകസഭാംഗമായിരുന്നു. ഇതിനിടെ പാർട്ടിയിൽ വളരെ പ്രധാനപ്പെട്ട നേതൃസ്ഥാനമൊക്കെ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ 18-ാം വയസ്സിൽ 46-ൽ അദ്ദേഹം പാർട്ടി അംഗമായതാണ്. അതിനുശേഷം പിന്നീട് എറണാകുളം ജില്ലാ സെക്രട്ടറിയായി, പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി, കേന്ദ്ര കമ്മിറ്റി അംഗമായി. ഒപ്പം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലും CITUവിലും അദ്ദേഹം വലിയ നേതൃപദവികൾ വഹിച്ചു എന്നുള്ളതാണ്. അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റായിരുന്നു, സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു CITUവിൻ്റെ. ഇത്തരത്തിൽ നേതൃത്വം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇടതുമുന്നണിയുടെ കൺവീനറായും ഒരു 15 കാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്രയധികം അനുഭവ സമ്പത്തുള്ള വലിയൊരു നേതാവിനെ തന്നെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നഷ്ടമായത്. അദ്ദേഹത്തിന് ആ നിലയിലുള്ള ആദരവോടെ തന്നെയാണ് ഇന്ന് രാഷ്ട്രീയ കേരളം വിട നൽകുന്നത്. 7:30 അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും. നിലവിൽ തന്നെ പാർട്ടി പ്രവർത്തകരടക്കമുള്ളവർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് ഏറ്റുവാങ്ങി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും പിന്നീട് പാർട്ടി ഓഫീസിലേക്കും ഒപ്പം ടൗൺ ഹാളിലേക്കുമൊക്കെ കൊണ്ടുപോകുമ്പോൾ അനുഗമിക്കാനായി, അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാനായി, അദ്ദേഹത്തെ ഒരു നോക്ക് അവസാനമായി കാണാനായി ഇതിനകം തന്നെ രാഷ്ട്രീയ നേതാക്കൾ, പ്രവർത്തകർ അടക്കമുള്ളവർ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 7:30 അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. 2 വളണ്ടിയർമാർ അടക്കം ഇവിടെ തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ കാണാനായി, അവസാനമായി ഒരു നോക്ക് കാണാനായി ഇതിനകം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മറ്റു നേതാക്കളും ഈ ആശുപത്രിയിലേക്ക് എത്തും. അതിനുശേഷം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ മോർച്ചറിയിൽ നിന്ന് നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. വീട്ടിൽ ഈ ഗാന്ധിനഗറിൽ തന്നെയാണ്. അദ്ദേഹം മകനോടൊപ്പമാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. വീട്ടിൽ ഏതാണ്ട് അരമണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായ ദീർഘകാലം അദ്ദേഹം ജില്ലാ സെക്രട്ടറിയൊക്കെ ആയ ലെനിൻ സെൻറ്ററിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം എത്തിക്കും. അവിടെ 1-1.25 മണിക്കൂർ അവിടെ ഉണ്ടാകും. അവിടെ വെച്ചായിരിക്കും ഈ പാർട്ടി പതാക പുതപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ CPM എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരിക്കും ഉണ്ടാവുക. പിന്നീട് ടൗൺ ഹാളിലേക്ക് എത്തിക്കും. രാവിലെ 10 മണി മുതൽ 4 മണി വരെ ടൗൺ ഹാളിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാവരും അവിടെ വെച്ചായിരിക്കും ആദരാഞ്ജലി അർപ്പിക്കുക. മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടെ എത്തി ആദരാഞ്ജലി അർപ്പിച്ച ശേഷം 4 മണിയോടെ മൃതദേഹം പഠനാവശ്യത്തിനായി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന് കൈമാറും. ആ നിലയിലായിരിക്കും ധീരനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് രാഷ്ട്രീയ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉമേഷ് ഇപ്പോൾ നമ്മളോട് ചൂണ്ടിക്കാട്ടിയത്. കാരണം ഉമേഷ് അത് പറയുമ്പോൾ ഞാനിങ്ങനെ M ലോറൻസിനെ കുറിച്ച്, ആ സഖാവിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തത് ഓർത്തെടുക്കുകയായിരുന്നു. മുളവുകാട് പോലൊരു ക്രിസ്തീയ മതവിശ്വാസികൾ കൂടുതലായി തെങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന് അക്കാലത്ത് ഒരു മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് വിപ്ലവകരമായൊരു ചിന്തയായിരുന്നു, വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയായിരുന്നു. അത്തരത്തിൽ മുളവുകാട് എന്ന് പറയുന്ന ഏറ്റവും സാധാരണക്കാർ താമസിച്ചിരുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാതയിലേക്ക് ആ മനുഷ്യൻ എത്തിയത്. പിന്നീട് നമ്മൾ കണ്ടതൊക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തോടൊപ്പം ചേർത്ത് നിർത്തുന്ന ഏടുകൾ തന്നെയാണ്. കാരണം ഈ പാർട്ടി പ്രവർത്തനം ദുഷ്കരമായിരുന്ന കാലങ്ങളിലും ഒപ്പം തന്നെ അടിയന്തരാവസ്ഥ കാലത്തുമൊക്കെ നിരവധി തവണ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സമരജീവിതം. അന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു, എറണാകുളം ജില്ലയിൽ സഖാവ് M ലോറൻസിൻ്റെ രക്തം വീഴാത്ത ലോക്കപ്പുകൾ ഉണ്ടായിരുന്നില്ല എന്ന്. കാരണം അത്രമാത്രം മർദ്ദനങ്ങൾ പലയിടങ്ങളിൽ നിന്ന് ആ മനുഷ്യന് ഏൽക്കേണ്ടി വന്നിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചാണ് ഈ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം മാറ്റിവെച്ചത്. ആ രീതിയിൽ മുന്നോട്ട് പോയൊരു സഖാവിനെയാണ് നഷ്ടമാകുന്നത്. എറണാകുളം ജില്ലയിലെയും സംസ്ഥാനത്തെയും പാർട്ടിയുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഏറ്റവും തലമുതിർന്ന നേതാവിനെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്.